കനൽ അങ്ങനെ ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പൊ എന്നോടൊപ്പം നമ്മുടെ പ്രിയങ്കരനായ സഖാവ് XMP PK ബിജു സർ ഉണ്ട്. സർ നമസ്കാരം. കനൽ എന്ന ഞങ്ങൾ ഈ ചാനലിലേക്ക് സ്വാഗതം. സർ എന്തായാലും 10 വർഷങ്ങൾ, കേരളത്തിന് മറക്കാൻ കഴിയാത്ത 10 വർഷങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. എങ്ങനെയാണ് ആത്മവിശ്വാസം? കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ 3ാം ഭരണത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമാണ് ജനങ്ങൾക്ക് മനസ്സിലായത് ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ ഭരണം കേരള വികസനത്തിൽ എത്രമാത്രം വലിയ പങ്കാണ് നിർവഹിക്കുന്നതെന്ന്. സാധാരണ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാത്ത പല പദ്ധതികളും മാറ്റിവെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഭാവി കേരളത്തിൽ ഊന്നിയ ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനായി എന്നതാണ്. 2016 LDF ഗവൺമെന്റ് വരുമ്പോൾ എല്ലാ മേഖലയിലും തകർച്ചയായിരുന്നു. അഴിമതി സർവ്വസാധാരണമായിരുന്നു. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തെ ഏറ്റവും മോശപ്പെട്ട വ്യാവസായിക അന്തരീക്ഷമുള്ള ഒരു നാടാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഇന്ന് 10 വർഷത്തിന് ശേഷം നോക്കുമ്പോൾ വ്യാവസായിക സൗഹൃദത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. പാവപ്പെട്ട മനുഷ്യൻ ഈ കേരളത്തിലെ പോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റൊരു സംസ്ഥാനവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം 82,500 കോടിയാണ് 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷനായി മാത്രം നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രകൃതി ദുരന്തം തകർത്ത ഒരു ആവാസ വ്യവസ്ഥയെ പുനഃസൃഷ്ടിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനം ലോകം തന്നെ അവിശ്വസനീയമായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയേറെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരല്ലാതെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാപ്ഷൻ പോലെ ഇടതുപക്ഷ LDF അല്ലാതെ മറ്റാരാണ് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ളത്? ഇടതുപക്ഷത്തിന്റെ തുടർഭരണം ഉറപ്പാണ്. സഖാവ് അഡ്വക്കേറ്റ് K രാജൻ കൊല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്റെ 3ാം ചരിത്ര വിജയം കുറിക്കുമെന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല.